എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 എക്കണോമിക്സിലെ മൈക്രോ എക്കണോമിക്സിൽ നിന്നും നിങ്ങൾ ഇനി വരുന്ന +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു പാസ് മാർക്കൊക്കെ വിചാരിക്കുന്നവരൊക്കെ കൃത്യമായിട്ട് ഇത് കണ്ടു വെച്ചേക്കുക. ഇത് കണ്ട് നിങ്ങൾ ആദ്യമേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് സെറ്റാക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ മാത്രമാണ് പറയുന്നത്, മലയാളത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും മലയാളത്തിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൂടി ഒന്ന് അറിയിക്കുക. അപ്പോൾ അതനുസരിച്ച് പെട്ടെന്ന് തന്നെ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ മാത്രമാണ് പറയാനായിട്ട് പോകുന്നത്. മൈക്രോ ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ടൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക. ജസ്റ്റ് ഒരു 1 വേർഡ് ടൈപ്പൊക്കെ ആയിട്ട് ചോദിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എന്താണ് എക്സ്പ്ലനേഷൻസ് ആയത് നിങ്ങൾ നോക്കിയിട്ട് പോവുക. പിന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ, ദറ്റ് ഈസ് PPC അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഇതിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ PPCയുടെ കർവാണ് ഇതായി കാണുന്നത്. അപ്പോൾ ആ കർവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. അതിനകത്ത് സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്താണെന്ന് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് എക്കോണമി എന്താണെന്ന് പഠിക്കണം. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് എക്കോണമി കൂടിയുണ്ട്, മിക്സ്ഡ് എക്കോണമി. ഓക്കെ, സോ അങ്ങനെ 3 ടൈപ്പ് ഓഫ് എക്കോണമീനെ പറ്റിയിട്ട് അതിനകത്ത് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അത് എങ്ങനെ വേണോ ചോദിക്കാം. ഇതൊക്കെ ഒരു 2-3 മാർക്കിനൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ ചോദ്യങ്ങളിൽ നിന്നൊക്കെ, മീൻസ് ഈ പറഞ്ഞ ടോപ്പിക്സിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ പഠിക്കേണ്ടത് വളരെ നിർബന്ധമായിട്ടും മൈക്രോ എക്കണോമിക്സ് എന്താണ്, മാക്രോ എക്കണോമിക്സ് എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവുക. ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ മൈക്രോയ്ക്ക് എക്സാമ്പിളായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, മാക്രോയ്ക്ക് എക്സാമ്പിളായിട്ടും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, സോ ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. ഓക്കെ, ദെൻ ഇതിൻ്റെയൊക്കെ നോട്ട്സ്, മീൻസ് എക്കണോമിക്സിൻ്റെ നോട്ട്സ് ഒത്തിരി കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു കമൻസിൽ. ഞാൻ നേരത്തെ വീഡിയോസൊക്കെ ഇട്ട ടൈമിൽ എടാ എൻ്റെ കയ്യിൽ നോട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനിനി അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്കത് തരാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ആക്ച്വലി എനിക്ക് സെം എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാനും മാത്രമായിട്ട് ടൈമും ഇല്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ആക്ച്വലി ആ നോട്ടിൻ്റെ കാര്യമൊന്നും മീൻസ് അങ്ങനെ എനിക്ക് അയച്ചു തരാനായിട്ട് പറ്റാഞ്ഞത്. ഓക്കെ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സെൻഡ് ചെയ്ത് തന്നേനെ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സൊക്കെ തന്നെയായാലും നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, വേറെ നോട്ട്സിൻ്റെ കാര്യം തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിക്കൊന്ന് പഠിച്ച് വയ്ക്കുക. പിന്നെ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ട് തന്നെ പോയിൻറ്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ള നോട്ട്സ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. HSS ലൈവിൻ്റെയൊക്കെ നോട്ട്സൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടും പഠിക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പാസ് മാർക്കിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ മെറ്റീരിയൽസൊക്കെ അങ്ങനെ കിട്ടുമെന്നാണ് തോന്നുന്നത്. പൊളിറ്റിക്സിനൊക്കെ ഉണ്ട്, എക്കണോമിക്സിന് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കട്ടോ. എൻ്റെ കയ്യിൽ വേറെ മെറ്റീരിയൽസ് ഒന്നും ഇല്ല. ഞാനും ഈ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് ആക്ച്വലി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ, ദെൻ ചാപ്റ്റർ 2 വരുമ്പോൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. ഇതിനകത്ത് ഈ ഒരു ചാപ്റ്ററിൽ ആദ്യമേ പഠിക്കേണ്ട ഒരു കാര്യമാണ് യൂട്ടിലിറ്റി. ഓക്കെ, യൂട്ടിലിറ്റി എന്താണെന്നുള്ളത് ജസ്റ്റ് ഡെഫിനീഷൻ മോഡലിൽ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. 1 വേർഡ് 2 മാർക്കിനൊക്കെ ചോദിക്കുന്നൊരു ടേമാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് യൂട്ടിലിറ്റി. പിന്നെ നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട കാര്യമാണ് ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ IC. ഓക്കെ, ഇൻഡിഫറൻസ് കർവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനീഷൻ പഠിക്കണം, അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രാഫ് പഠിക്കണം. ഇൻഡിഫറൻസ് കർവ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് പഠിക്കുക. പിന്നെ എന്തുകൂടി പഠിക്കണം, ഇൻഡിഫറൻസ് കർവിൻ്റെ ഫ്യൂച്ചേഴ്സ് കൂടി പഠിച്ച് വെക്കുക. ഓക്കെ, ഫ്യൂച്ചേഴ്സ് ഒരു 4-5 പോയിൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് വെച്ചാലേ ഇൻഡിഫറൻസ് കർവിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ യൂട്ടിലിറ്റി ഉണ്ടല്ലോ, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യൂട്ടിലിറ്റി വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ദെൻ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം. ഇത് ആക്ച്വലി essay ചോദ്യമാണ്. ഞാൻ essay ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് essay മോഡലിൽ 8 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിന് വന്നില്ലെങ്കിൽ 6 മാർക്കിൻ്റെ ഷോർട്ട് essay ലെവലിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഗ്രാഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ദെൻ ഈ ഒരു എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും
ബഡ്ജറ്റ് ലൈനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോബ്ലം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. മീൻസ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാൻ, ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒറ്റ കണക്കായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു കണക്കാണ്, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ആ ഒരു സെക്ഷനിലും അത് കണക്കായിട്ട് ചോദിക്കാറുണ്ട്. ഈസിയാണ്, ഇക്വേഷൻസ് അറിഞ്ഞു വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ ആ ഒരു കണക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ബഡ്ജറ്റ് ലൈൻ റിലേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള കണക്ക് നിങ്ങൾ ചെയ്ത് റിവൈസ് ചെയ്തിട്ട് പോകാനായിട്ട് നോക്കുക. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യമാണ് ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലേ. ഒരു ഇത് ഒരു വലിയ ചാപ്റ്ററാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക, ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു ഷോർട്ട് എസ്സേ മോഡലുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് നോർമൽ ഗുഡ്സ് എന്താ, ഇൻഫീരിയർ ഗുഡ്സ് എന്താ, ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. അതായത് എന്താണ് നോർമൽ ഗുഡ്സ്, എന്താണ് ഇൻഫീരിയർ ഗുഡ്സ്, അതോടൊപ്പം തന്നെ അതിന് എക്സാമ്പിൾസ് കൂടി പഠിച്ചിട്ട് പോകണം. കാരണം ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് 1 വേർഡ്സ് ഒരുപാട് ചോദിക്കാറുണ്ട് എക്സാമ്പിൾസൊക്കെ തന്നിട്ട്. അപ്പോൾ നോർമൽ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സും ദെൻ ഓൾസോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉണ്ട്, കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നിങ്ങൾ പഠിക്കുക. അത് നിങ്ങളൊരു 1 വേർഡ് ടൈപ്പിൽ അങ്ങനെ നിങ്ങളൊന്ന് എക്സാമ്പിൾസും അതിൻ്റെ ഡെഫിനേഷനും ഒന്ന് പഠിച്ചിട്ട് പോയാൽ മതി. പിന്നെ പഠിക്കേണ്ട ഒരു ഷോർട്ടസ്റ്റ് ടോപ്പിക്കാണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. പ്രധാനമായിട്ട് 2 മാറ്റങ്ങളാണ് ഡിമാൻഡ് കർവിന് ഉണ്ടാവുക. ഒന്ന് ഈ കാണിച്ചിരിക്കുന്ന പോലെ ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് കർവാണ്. ഷിഫ്റ്റും സംഭവിക്കാറുണ്ട്. രണ്ടാമത് മൂവ്മെൻ്റ് ആണ് സംഭവിക്കുക. മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവും ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് കർവും. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലുള്ള മാറ്റങ്ങളാണ് ഡിമാൻഡ് കർവിൽ വരുന്നത്. ആ 2 മാറ്റങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ഈ ഡിമാൻഡ് കർവിൽ ഉണ്ടാവുന്ന 2 മാറ്റങ്ങൾ, ഷിഫ്റ്റും മൂവ്മെൻറ്റും, ഇത് രണ്ടും റിലേറ്റഡ് ആയിട്ട് ഗ്രാഫുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രാഫുകൾ ഉൾപ്പെടെ പഠിച്ചിട്ട് പോകണം. ഇത് നമുക്കൊരു 4-5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഇനി ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് കർവിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി. 5 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് ഡിമാൻഡ് കർവിന് വരുന്നത്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ആ 5 ടൈപ്പ് ഇലാസ്റ്റിസിറ്റിക്ക് 5 ഗ്രാഫുകൾ കൂടിയുണ്ട്. അതുകൂടി എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നോക്കേണ്ട ഒരു ടോപ്പിക്ക് ഇതുകൂടി നോക്കിയാൽ മതി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഇലാസ്റ്റിസിറ്റി അലോങ് എ ലീനിയർ ഡിമാൻഡ് കർവ്. ഒരു ലീനിയർ ഡിമാൻഡ് കർവിൽ ഉണ്ടാവുന്ന ഇലാസ്റ്റിസിറ്റി എങ്ങനെയാണ്, അത് ജസ്റ്റ് ഒരു ഗ്രാഫിൽ മീൻസ് ഒരു ഗ്രാഫ് മാത്രമേ അവിടെ പഠിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 5 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് ഡിമാൻഡ് കർവിനുള്ളത്. അപ്പോൾ ആ 5 ടൈപ്പ് ഇലാസ്റ്റിസിറ്റി നമ്മൾ ഈ ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറയുന്ന ഒറ്റ ഗ്രാഫിൽ നമ്മൾ അടയാളപ്പെടുത്തി കാണിച്ചു കൊടുത്താൽ മതി. അതാണ് അതിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ. ഞാൻ അത് ആക്ച്വലി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ലീനിയർ ഡിമാൻഡ് കർവിലെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു മേ ബി ചിലപ്പോൾ അല്ലെങ്കിൽ ആ പ്ലേലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കിട്ടുമല്ലോ. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ നിങ്ങൾ നോക്കിയാൽ അറിയാം, കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം അത് അത്രയും വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. അതുകൊണ്ടാണ് അത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ പഠിച്ചിട്ട് പോയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. ഇനി 3ാമത്തെ പാഠമാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു 1 മാർക്കിന് നിങ്ങൾ ഓർത്തി വയ്ക്കുക. അത് 1 വേർഡായിട്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത്രയും മതിയാവും. അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. പിന്നെ ഷോർട്ട് റൺ എന്താണ്, ലോങ് റൺ എന്താണ്, അതും ഒന്ന് വായിച്ച് വെച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്. TP, AP, MP എന്ന് നമുക്ക് ഷോർട്ടായിട്ട് പറയാം. ഇത് 3ഉം റിലേറ്റഡ് ആയിട്ട് കണക്ക് ചോദിക്കാറുണ്ട്, കാൽക്കുലേഷൻ. കാരണം ഇത് 3ൻ്റെയും ഇക്വേഷനും ഇതിൻ്റെ ഷേപ്പും അങ്ങനെയൊക്കെ പറഞ്ഞ് 1 വേർഡ്സോ അല്ലെങ്കിൽ കണക്കും ചോദിക്കാറുണ്ട്. TP, MP, AP ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ആ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ്. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്നൊക്കെ പറയും. സോ ഇതും എസ്സേ ടോപ്പിക്കാണ് കേട്ടോ. 8 മാർക്കിന് ചോദിക്കുന്നതാണ്. ആ എസ്സേയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ടും നിർബന്ധമായിട്ട് എല്ലാവരും പഠിച്ചിട്ട് പോവുക. ആരെങ്കിലും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ എടുത്ത് വെച്ച് പഠിക്കുക കേട്ടോ. ആ ഒരു ടോപ്പിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞ് വേറൊരു ടോപ്പിക് ഉണ്ട്. ഇതും ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. ജസ്റ്റ് ഇതും കൂടി നിങ്ങൾ വായിച്ച് വയ്ക്കുക. ഇതിനകത്ത് പ്രത്യേകിച്ചും കണ്ടില്ലേ, CRS, IRS, DRS ഇത് 3ഉം എന്താണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ അത് 3ഉം തമ്മിലുള്ള അത് 3ഉം എന്താണ് കാര്യം എന്നുള്ളതെങ്കിലും ഒന്ന് വായിച്ചിട്ട് പോകാം കേട്ടോ. ഇനി വരുന്ന ടോപ്പിക്കാണ് കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കുന്നത് ഒരു കണക്കാണല്ലേ. നിങ്ങൾ ടേബിളിലൊക്കെ വരച്ച് പഠിച്ചിട്ടില്ലേ. മീൻസ് TC, AC, AVC,
ടി വി സി ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കണക്ക് എല്ലാവരും കൃത്യമായിട്ട് റിവൈസ് ചെയ്തിട്ട് പോകണം. കാരണം അത് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇൻ കേസ് 8 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് എസ്സേയുടെ സെക്ഷനിലും ചോദിക്കും. ഓക്കെ, ഉറപ്പായിട്ടും ചോദിക്കാണ്ടിരിക്കാൻ ചാൻസ് ഒന്നുമില്ല, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ കണക്ക് നിങ്ങൾ നോക്കിയിട്ട് പോവുക. പിന്നെ ഈ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്കകത്ത് നിന്ന് തന്നെ കുറേ വൺ വേർഡൊക്കെ അല്ലാണ്ടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അത് കുറേ ഈ കോസ്റ്റ് കർവുകളുടെയൊക്കെ ഷേപ്പ് എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വൺ വേർഡ്സും എക്സ്ട്രാ ഒക്കെ വരാറുണ്ട്. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ കണക്കെങ്കിലും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് 4th ചാപ്റ്ററാണ്, ദ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന 4ാമത്തെ പാഠം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എസ് എ തന്നെയാണ് ആദ്യം പഠിക്കേണ്ടത് 8 മാർക്കിന് വേണ്ടിയിട്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് പഠിക്കുക. അതിൻ്റെ ആദ്യമേ തന്നെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഫ്യൂച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഈ എസ് എക്കകത്ത് നിങ്ങൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതിൻ്റെ ഫ്യൂച്ചേഴ്സ് മാത്രം എഴുതിയാൽ പോരാ. ഇതാ കണ്ടില്ലേ, കുറച്ച് ഇപ്പുറത്തോട്ട് വരുമ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞിട്ട് കൂടി ഒരു ടോപ്പിക് ഉണ്ട്. കാരണം ഇത് രണ്ടും കൂടി മിങ്കിൾ ചെയ്തിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക എസ് എ എഴുതാൻ വേണ്ടിയിട്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷനെ പറ്റിയിട്ടും പ്രോഫിറ്റ് മാക്സിമൈസേഷനെ പറ്റിയിട്ടും ഒരുമിച്ചായിരിക്കും നമുക്ക് എസ് എക്ക് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ എസ് എക്ക് വരുന്ന ടൈമിൽ എന്താ ചെയ്യേണ്ടത്, പെർഫെക്റ്റ് കോമ്പറ്റീഷനും അതിൻ്റെ ഫ്യൂച്ചേഴ്സും എന്താണ്, പിന്നെ ഈ ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു ഗ്രാഫൊക്കെ ഉണ്ട് കേട്ടോ. സോ ആ ഗ്രാഫ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, വരയ്ക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ മാത്രമാണ് 8 മാർക്ക് നമുക്കവിടെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിനിടയ്ക്ക് തന്നെ റവന്യൂ എന്ന് പറഞ്ഞിട്ട് വേറൊരു ടോപ്പിക്കാണ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഈ ഒരു റവന്യൂ എന്ന് പറയുമ്പോൾ ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, ഓക്കെ, TR, AR, MR എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് വൺ വേർഡ്സ് ചോദിക്കാറുണ്ട്. മീൻസ് TR ഇതിനൊക്കെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ വൺ വേർഡായിട്ട് വരാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ TRഉം ARഉം MRഉം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കണക്കായിട്ടും ചോദിക്കാറുണ്ട്, ഒരു 3-4 മാർക്കിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഇക്വേഷൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ചാപ്റ്ററിനകത്ത് സപ്ലൈ കർവിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ സപ്ലൈ കർവിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എവിടെയും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഡിമാൻഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഡിമാൻഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ, ഒരു കണക്കുണ്ട്. അതും ഒരു 3-4 മാർക്കിന് അല്ല, ഒരു 2-3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു കണക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടി നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ എവിടെയും മീൻസ് സപ്ലൈ കർവിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനും ഒരു കണക്ക് വരുന്നുണ്ട്. സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. എന്താ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു അങ്ങനെ പറഞ്ഞിട്ടൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കണക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ഓക്കെ, ആ ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിനെ പറ്റിയിട്ട് എഴുതാനും ചോദിക്കാറുണ്ട് കേട്ടോ. ബിക്കോസ് ആ ഒരു ടോപ്പിക്ക്, ആ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സംഭവം കംപ്ലീറ്റ് ആയിട്ട് തന്നെ നോക്കിയിട്ട് പോകണം. കാരണം എങ്ങനെ വേണോ ചോദിക്കാറുണ്ട്. ഇനി നമ്മുടെ 5ാമത്തെ ചാപ്റ്ററാണ്, അതായത് മൈക്രോയിലെ എന്താണ് ഏറ്റവും അവസാനത്തെ പാഠമാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യമേ തന്നെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണെന്നും എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ, ഇങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്കുകളുണ്ട്. ഇതൊക്കെ 1 വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം. പിന്നെ നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് നമുക്കറിയാം മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഒരുമിച്ച് വരുന്ന ഒരു പോയിന്റ്, അല്ലെങ്കിൽ ടച്ച് ചെയ്ത് വരുന്ന ഒരു പോയിന്റാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് ഡിമാൻഡ് കർവിനുണ്ടാവുന്ന ഷിഫ്റ്റും സപ്ലൈ കർവിനുണ്ടാവുന്ന ഷിഫ്റ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഡിമാൻഡ് കർവ് മാത്രമായിട്ടും ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സപ്ലൈ കർവ് മാത്രമായിട്ട് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ 2 കർവും ഒരുമിച്ചും ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഗ്രാഫുകൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ നമുക്ക് ഗ്രാഫുകൾ ചോദിക്കാറുണ്ട്. മീൻസ് ഒരു 3-4 മാർക്കിന് ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു ഗ്രാഫ് ചോദിക്കാറുണ്ട് കേട്ടോ, വരയ്ക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റിനെ പറ്റിയിട്ട് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ സപ്ലൈയിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ഷിഫ്റ്റ് ചെയ്യുന്ന രീതിക്കുള്ള ഗ്രാഫായിരിക്കും ചോദിക്കുക. ഓക്കെ, അതാണ് നമ്മൾ ഒരുമിച്ച് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ സൈമൾട്ടേനിയസ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് വിശദമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ ഗ്രാഫുകൾ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് വരച്ച് പഠിച്ചിട്ട് പോയാൽ മതി. ബാക്കി തിയറി പാർട്ടൊന്നും അധികം വായിച്ച് നോക്കണമെന്നില്ല. ഓക്കെ, അതെങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ ഈ ഒരു ടേബിളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. മീൻസ് ഞാൻ പറഞ്ഞല്ലോ സൈമൾട്ടേനിയസ് ഷിഫ്റ്റ് നടക്കുമെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയെന്നൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ആ ടോപ്പിക്ക് നോക്കിയാൽ മതി കേട്ടോ. ഇനി ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്
ആപ്ലിക്കേഷൻസ്. ഓക്കെ, അതിനകത്ത് പ്രൈസ് സീലിംഗ് എന്താണ്, അതുപോലെ തന്നെ ഫ്ലോർ പ്രൈസ് എന്നോ അല്ലെങ്കിൽ പ്രൈസ് ഫ്ലോറോ എന്നോ പറയാം. ഓക്കെ, സോ ഈ രണ്ട് സംഭവം കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിട്ട് പോവുക. നമുക്ക് ഇത് റിലേറ്റഡായിട്ട് ഒരു ഗ്രാഫുകളും വരുന്നുണ്ട് കേട്ടോ. പ്രൈസ് സീലിങ്ങിന് ഒരു ഗ്രാഫുണ്ട്, ഫ്ലോർ പ്രൈസിന് വേറൊരു ഗ്രാഫുണ്ട്. അങ്ങനെ ഗ്രാഫുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണം. തിയറി പാർട്ട് കൂടി പഠിച്ചിട്ട് പോവുക. 8 മാർക്കിന് എസ്സേക്ക് ചോദിക്കാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, ചിലപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം, എങ്ങനെ വേണോ ചോദിക്കാം. സോ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഈസിയാണ്. ആ തിയറി പാർട്ട് ഒന്ന് വായിച്ച് നോക്കുക, പിന്നെ ആ ഗ്രാഫ് കൂടി വരയ്ക്കാനായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പം ഇത്രയാവുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മൈക്രോ കംപ്ലീറ്റ് ആവുന്നത്. സോ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഗ്രാഫ് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകാം കേട്ടോ. മീൻസ് നിങ്ങൾക്ക് അവിടെ ഭയങ്കര ലോജിക്കായിട്ടൊന്നും വരയ്ക്കാൻ അറിയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ അത് പ്രശ്നമില്ല. ജസ്റ്റ് എങ്ങനെയാണോ ആ ഗ്രാഫ് നമ്മൾ കാണുന്നത് അതുപോലെ ജസ്റ്റ് റഫായിട്ടെങ്കിലും ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, ഓരോ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസിലും എസ്സേ ചോദ്യങ്ങളും, അതായത് ഇപ്പോൾ ഒരു 5, 6, 8 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഗ്രാഫ് ഉള്ള ചോദ്യങ്ങളാണെങ്കിൽ നിർബന്ധമായിട്ട് അവിടെ ഗ്രാഫ് വരച്ചിട്ടുണ്ടാവണം. ഓക്കെ, എങ്കിൽ മാത്രമേ അവിടെ ഫുൾ മാർക്ക് അവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്കണോമിക്സ് എഴുതുന്ന കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, പിന്നെ പറയാനുള്ള ഒരു കാര്യം, മാക്രോയുടെ ഇതുപോലെ ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ ആ ഒരു പ്ലേലിസ്റ്റ് നോക്കിയാൽ തന്നെ മാക്സിമം അതൊക്കെ എന്താ പറയുക, ഓരോ ചാപ്റ്ററും ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മളെ പബ്ലിക് എക്സാമിൻ്റെ ടൈമിലൊക്കെ ചെയ്ത കുറേ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹെൽപ്ഫുള്ളായിരിക്കും ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചില എസ്സേ ടോപ്പിക്ക് ക്ലാസ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് നോക്കുക. കുറച്ചധികം വീഡിയോസ് അതിനകത്ത് ഉണ്ട് കേട്ടോ, അപ്പോൾ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വീഡിയോസൊക്കെ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എന്താണ് ഹൈപ്പ് തരാൻ കൂടി മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.